അതിനുശേഷം ഇപ്പോൾ മിങ്ങിയാണെങ്കിൽ അവിടുത്തെ അക്കാഡമിയിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. എന്നാൽ അപ്പോഴേക്കും ഇവളെ കാണാനായിട്ട് ഇവൾക്കുള്ള ആഹാരവുമായിട്ട് ജി വരികയാണ്. എന്നിട്ട് ഇവളോട് ഒരു കാര്യം പറയാൻ മറന്നു, ഞാനും ഇങ്ങോട്ടേക്ക് താമസം മാറി, ഇതാ ട്രെയിനിങ്ങിന് കുറച്ചുകൂടി എളുപ്പം, ഞാനും താഴെയാണ് താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു മാറ്റം? അത് ശരിക്കും ഇവള് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവന് മാറിയത്. എന്നിട്ട് ഗ്രാനി ആണെങ്കിൽ ഇവൾക്ക് ഉണ്ടാക്കി തന്നതാണ് എന്ന് പറഞ്ഞ് ഇവൾക്കുള്ള ഫുഡും കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടാണ് ജി അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം അവിടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാണ്. അവർക്ക് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ അവരുടെ ദുർബലതകൾ മനസ്സിലാക്കിയിട്ടാണ് ഇവളെ ക്രിയേറ്റ് ചെയ്യുന്നത്. അവരെ കുറച്ചും കൂടി പവർഫുൾ ആക്കുന്ന രീതിയിൽ. ഈ കൊച്ചുകുട്ടിയായിട്ടുള്ള ചെങ്ഷി വരെ അത്ര പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയൊന്നും അല്ലല്ലോ. പക്ഷെ ജി ആണെങ്കിൽ അവന് വേണ്ട ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഇവളാണെങ്കിൽ ഇവളുടെ ആ ഒരു എംബേഴ്സ് പകുതി മാത്രമാണ് ജി റിക്കവർ ആക്കി കൊടുത്തത്. ഇവള് ഇതിന്റെ മാസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇവൾക്കാണ് അത് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. സോ ഇവളും ആ ഒരു സംഭവം പൂർത്തീകരിച്ച് അത് പൂർണ്ണ ശക്തിയിൽ തന്നെ പഴയ ആയുധമാക്കി തിരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്നാൽ അതേസമയം തന്നെ ഇവളെ കാണാനായിട്ട് സിധു ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോ ഇവളും ഇവനെ കണ്ട്, അല്ല നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ ഇവളെ ഇങ്ങോട്ട് മാറിയത് അറിഞ്ഞിട്ടാണ് എത്തിയത്. നീ ശരിക്കും ഓക്കെ ആയോ എന്ന് ചോദിക്കുമ്പോ ഇവളും അതെ, കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞ് ഇവളെ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇവന്റെ ബ്ലഡ് കൊണ്ടാണ് ഇവൾക്ക് ആ ഒരു രോഗമുക്തി നേടാനായത് എന്നാണ്. സോ അതിനെ ബേസ് ചെയ്ത് താങ്ക്സും കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോ സിധു ആണെങ്കിൽ ഇവളോട്, നീ ഇവിടെ നിൽക്കുന്നത് ആപത്താണ്, എപ്പോ വേണമെങ്കിലും നിന്റെ ഐഡന്റിറ്റി എക്സ്പോസ് ആവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നീ എന്റെ കൂടെ വന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ ഇവള് സമ്മതിക്കുന്നില്ല. കാരണം ഇവള് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു രീതിയിലാണ് അവൻ ആ ഒരു കാര്യം പറയുന്നത്. സോ ഇവള്, ഞാൻ താൻജിക്ക് ഒരു വാക്ക് കൊടുത്തു, അത് മാത്രമല്ല ഒരു ടീ ഗാദറിംഗ് വരുന്നുണ്ട്, ആ ഒരു കിൻവിൻ ടൂർണമെന്റിന് മുമ്പായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്, അത് ഇവളുടെ സ്ഥലത്ത് വെച്ചൊക്കെയാണ് നടക്കുന്നത്. സോ ഷിനെതിരെ തനിക്ക് എന്തെങ്കിലും തെളിവ് കണ്ടെത്താനായിട്ട് അവിടെ പോവാതിരിക്കാനാവില്ല എന്ന് പറഞ്ഞ് ആ ഒരു കാരണങ്ങൾ പറഞ്ഞ് ഇവൻ പറയുന്നത് ഇവളെ നിരസിക്കുകയാണ്. എന്നാൽ സിധു ആണെങ്കിൽ ഇവളുടെ റൂമിലോട്ട് വന്നത് മനസ്സിലാക്കി ജി ആണെങ്കിൽ പെട്ടെന്ന്, മിങ്ങി ഇന്നലെ നിനക്ക് രാത്രി ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞില്ലേ, ദേ ഞാൻ നിനക്ക് പുതപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വന്ന് സിധുവിനെ കണ്ട്, അയ്യോ ഇതാരാ സിധു, നീ നമുക്ക് ഗസ്റ്റുകളാരും പറഞ്ഞില്ലല്ലോ മിങ്ങി എന്നൊക്കെ ചോദിച്ചു ഭയങ്കര അധികാരത്തില് ഭർത്താവ് ചമഞ്ഞ് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോ സിധു ആണെങ്കിൽ അത് ഇഷ്ടപ്പെടാതെ, മിങ്ങി ഇയാളെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ ഇവളൊരു മറുപടി പറയാൻ വരുന്നതിന് മുന്നേ തന്നെ ജി, ഞാൻ എന്റെ വൈഫിന് കമ്പനി കൊടുക്കാൻ വന്നത്, എന്താ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വീണ്ടും ഭർത്താവ് ആധിപത്യം കാണിച്ച് സംസാരിക്കാണ്. അപ്പൊ സിധു ഇവളോട്, എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് ആഹാരം കഴിക്കാൻ പുറത്തുപോയാലോ, ഞാൻ നിനക്ക് ഒരുപാട് പുതിയ ഡിഷ് വാങ്ങിച്ചു തരാം എന്ന് പറയുമ്പോൾ അവിടെയും ജി അത് ബ്ലോക്ക് ചെയ്യാണ്. അതെങ്ങനെ ശരിയാവും, നിങ്ങളല്ലേ ഞങ്ങളെ ഗസ്റ്റ്, ഞങ്ങൾക്ക് തന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് ശരിയാവും എന്ന് ചോദിച്ച് ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ജലസ് രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇവള് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയിരുന്ന് കഴിക്കുക, ഞാനില്ല എന്ന് പറഞ്ഞിട്ട് അവള് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. പക്ഷെ ഇവരും അവളുടെ കൂടെ തന്നെ പോകുന്നു. എന്നാൽ അതേസമയം തന്നെ അവിടേക്ക് ഫൂയി ആണെങ്കിൽ വരുന്നുണ്ട്, എന്തിനാണെന്ന് അറിയില്ല. അതിനുശേഷം ഇവളാണെങ്കിൽ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് വരുമ്പോൾ സിധുവും ജിയും കറക്റ്റ് അങ്ങോട്ടേക്ക് വരികയാണ്. ഇവൾക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നു. ഒരാള് ട്രഡീഷണൽ എടുക്കുമ്പോൾ ഒരാൾ മോഡേൺ ഐറ്റംസ് ആണ് എടുക്കുന്നത്. ഇത് കഴിക്കുക എന്ന് പറഞ്ഞ് ഇവളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൾക്കാണെങ്കിൽ രണ്ടുപേരെയും നിരുത്സാഹപ്പെടുത്താനും ആവുന്നില്ല. അവരാണെങ്കിൽ വായിൽ വരെ വെച്ചു കൊടുക്കാണ്. അപ്പൊ ജി ആണെങ്കിൽ സിധു കൊടുക്കുന്ന ഫുഡ് നല്ലതാണോ എന്ന് നോക്കാനായിട്ട് ഇവൻ തന്നെ അത് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് ഇതത്ര പോരാ എന്ന് പറഞ്ഞിട്ട് ഇവനെടുത്ത ആ ഒരു ഫുഡ് സിധുവിന് കഴിച്ചു നോക്കാനായിട്ട് കൊടുക്കുമ്പോ സിധുവും അത് വാങ്ങിച്ചിട്ട് അത് കഴിക്കുന്ന പോലുമില്ല. അയ്യേ എന്ത് വൃത്തികിട്ട സ്മെല്ല എന്ന് പറഞ്ഞിട്ട് അവന് തന്നെ അത് തിരിച്ചു കൊടുക്കാണ്. അവരുടെ ഇടയിൽ ഒരു അടിപിടി ആവാതിരിക്കാനായിട്ട് മിങ്ങിയാണെങ്കിൽ എക്സ്ക്യൂസ് പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. അപ്പൊ സിധു ആണെങ്കിൽ അവളെ പിറകെ പോകാൻ തുടങ്ങുമ്പോൾ ഞാനൊരു കാര്യം നിന്നെ ഓർമ്മിപ്പിക്കാം, നിനക്ക് തന്നെ അറിയാലോ നീ ശരിക്കും ആരാണെന്ന്, അതുകൊണ്ട് നീ എന്റെ വൈഫിനെ ഉപദ്രവിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിന്നോട് എന്തായാലും ക്ഷമിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജി ആണെങ്കിൽ അവിടെ നിന്ന് പോവാണ്. അവൻ എന്താ ഉദ്ദേശിച്ചു പോകുന്നതെന്ന് ഇവന് മനസ്സിലാവുന്നില്ല. ഇവൻ അവൾക്കുള്ള ഫുഡ് എല്ലാം തന്നെ അവരോട് പാക്ക് ചെയ്യാനായിട്ട് പറയുന്നു. എന്നിട്ട് ജി ആണെങ്കിൽ ഇവളുടെ പിറകെ തന്നെ വരുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ഒരാൾ വന്ന് ഇവളെ തട്ടി ഇടുമ്പോ പെട്ടെന്ന് ജി ആണെങ്കിൽ ഇവളെ പോയി താങ്ങി പിടിക്കാണ്. പക്ഷെ അത് അങ്ങോട്ടേക്ക് കണ്ടുകൊണ്ട് വരുന്ന സിധുവിന് താങ്ങാനേ ആകുന്നുണ്ടായിരുന്നില്ല. അവർ അത്രയും റൊമാൻറ്റിക് ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നത്. ഇവനാണെങ്കിൽ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫുഡ് എല്ലാം കൂടെ താഴെയിടാണ്. അതിനുശേഷം ഇവൻ ഭയങ്കര നിരാശയിലാണ് ഇപ്പോൾ ഉള്ളത്. ഫോയി ആണെങ്കിൽ കറക്റ്റ് ഇവന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. സോ ഇവൻ എത്ര വെയിറ്റ് ചെയ്തിട്ടും അവള് ഇവനെ ജിയെ കാണുന്ന പോലെ ഒരു കണ്ണിൽ കാണുന്നില്ലല്ലോ എന്ന വിഷമത്തിലാണ് സിധു ഉള്ളത്. എന്നാൽ ഫോയി ആണെങ്കിൽ ശരീരത്തെ മുറിവും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് നിൽക്കുന്നത്. സിധു എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇവൾ അതിന് മറുപടി പറയുന്നില്ല. പക്ഷെ ഇത് മിങ്ങിയുടെ സുരക്ഷാ വലയത്തിൽ കയറി എടുത്തതാണ് എന്ന് പറഞ്ഞ മറ്റേ ആ ഒരു ഹെവൻലി ഗ്രിഫിനെ ഗോൾഡ് മില്ലറ്റിനെ റെസിപ്പി അടങ്ങിയ ആ ഒരു ബുക്ക് ഇവൾ അടിച്ചു മാറ്റിയിരിക്കുകയാണ്, അതിന്റെ കോപ്പി. സോ അത് അടിച്ചു വരുന്ന വഴിക്ക് പറ്റിയ അപകടങ്ങളാണ് ഇതൊക്കെ. സോ അത് ഇവളെ എടുത്ത് നൽകിയിട്ട് ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്ക്, ഇതിൽ നിന്ന് മരുന്നുണ്ടാക്കി പവർഫുൾ ആവാൻ നോക്ക് എന്ന് പറയുമ്പോൾ ഇവൻ ഭയങ്കര സങ്കടത്തിലാവുകയാണ്. കാരണം ഇവൻ ഫസ്റ്റിലെ മുതൽ തന്നെ പവർഫുൾ ആവണം എന്ന് ആഗ്രഹിച്ചത് മിങ്ങിക്ക് വേണ്ടിയും അവളോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടും ആണല്ലോ. പക്ഷെ ഇനി അവളോടൊപ്പം നിൽക്കാൻ ഇവന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് അർത്ഥമില്ല എന്നാണ് ഇവനിപ്പോ പറയുന്നത്. പക്ഷെ ഫോയി ആണെങ്കിൽ അവന് വേണ്ട മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്. നിങ്ങൾ ഉപദ്രവിച്ചവർക്ക് മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണം, നിങ്ങൾക്ക് പവർഫുൾ ആവണമെങ്കിൽ ഇതുള്ള ഒരേ ഒരു വഴി, നിങ്ങൾ സ്വയം ഇങ്ങനെ ആയിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഇവിടെ ജി ആണെങ്കിൽ വോഗിയിലെ കുറച്ച് നിരാശയിലും മതിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൂഷ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരാണ്. ജി ആണെങ്കിൽ ബൂഷോട് മുന്നേ തന്നെ സിധുവിനെ ഫോളോ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അവന്റെ നീക്കങ്ങളൊക്കെ അറിയാനായിട്ട്. പക്ഷെ അവന്റെ ആ ഒരു ട്രാക്കും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ബൂഷയ്ക്ക് അവനെ ഫോളോ ചെയ്യാനാവുന്നില്ല എന്ന കാര്യം ജി അറിയിക്കുന്നു. എന്തായാലും യോഗു സുഷുയി രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കണം, അവിടെ ഒരു കണ്ണ് വേണം എന്ന് ജി ബൂഷയെ ഏൽപ്പിക്കാണ്. അതുപോലെ തന്നെ ഇവിടെ മിങ്ങിയും താൻജിയും സാങ്ങും ഒക്കെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ താൻജി ആണെങ്കിൽ മിങ്ങിയോട് ജി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോ
ഇവള് നല്ല രീതിയിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നില്ല. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ നമുക്ക് പ്രധാനം കിൻവിൻ ടൂർണമെന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അവര് ജിയോസ് പറയാണ്. അപ്പൊ താൻജാണെങ്കിൽ ഇവളെ ഒഫീഷ്യലായിട്ട് ആ ഒരു അക്കാഡമിയിലെ യോദ്ധാവായിട്ട് ക്ഷണിക്കാണ്. ആ ഒരു അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെടുന്നു, യുദ്ധങ്ങളിലേക്ക് നേരിട്ട് യോദ്ധാവായിട്ട് പങ്കെടുക്കാനായിട്ട്. പക്ഷേ ഇവളാണെങ്കിൽ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാണ്. അതിനുശേഷം പിറ്റേന്ന് ചെൻഷി ആണെങ്കിൽ ഇവളെ ഇപ്പോൾ ഒരു മാസ്റ്റർ ആയിട്ടാണ് കാണുന്നത്. സോ ഇവനോട് അവിടെയുള്ള എല്ലാ യോദ്ധാക്കളും മുതിർന്ന പൗരന്മാരാണല്ലോ, പക്ഷെ ഇവൻ എന്തുകൊണ്ടാണ് ഈ ഒരു വയസ്സിലെ യോദ്ധാവാൻ തിരഞ്ഞെടുത്തത് എന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ ഇവൻ ഭയങ്കര സാഡായിട്ട്, ഇവനൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു, പുള്ളിക്കാരനാണെങ്കിൽ ഒരു യോദ്ധാവാനായിരുന്നു ആഗ്രഹം. എന്നാൽ കിൻവിൻ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന സമയത്ത് ചേട്ടനാണെങ്കിൽ ചേട്ടന്റെ ഫ്രണ്ട്സിനെ രക്ഷപ്പെടുത്തുന്ന വഴിക്കാണ് മരണപ്പെടുന്നത്. സോ അത് പറഞ്ഞ് ഇവൻ ഭയങ്കര വിഷമിക്കുമ്പോൾ ഇവള്, എന്തായാലും ചേട്ടൻ തന്ന സ്കില്ല് നിന്റെ അടുത്തുണ്ടല്ലോ, അതുണ്ടെങ്കിൽ നിനക്ക് ബാക്കിയുള്ളവരെ എന്തായാലും സഹായിക്കാനാവും, നല്ലൊരു യോദ്ധാവാൻ പറ്റും എന്ന് പറഞ്ഞ് ഇവന് വേണ്ട മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. എന്തായാലും ഇവളും അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറാണ് എന്ന് അറിയിക്കുന്നു. സോ അവൻ ഒരുപാട് ഹാപ്പി ആവാണ്. അതിനുശേഷം വീണ്ടും സിദ്ധു ആണെങ്കിൽ ഇവളെ കാണാനായിട്ട് അക്കാഡമിയിൽ എത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇവനാണെങ്കിൽ മുന്നേ തന്നെ ഇവളുടെ അടുത്ത് നിന്ന് പ്രോമിസും കാര്യങ്ങളും വാങ്ങിയിരുന്നല്ലോ. ഇവൻ ചോദിക്കുന്നത് എന്തും തരുമെന്ന്. സോ ഇവൻ അതിനെപ്പറ്റി പറയുമ്പോൾ ഇവൾ എന്താ വേണ്ടെന്ന് തീരുമാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇവളുടെ അടുത്തേക്ക് വരുന്നു. പക്ഷെ ഇവളാണെങ്കിൽ ഇവന്റെ അടുത്ത് നിന്ന് കുറച്ച് അകലം പാലിച്ച് പിന്നോട്ട് പോവാണ്. അത് ഇവന് ഭയങ്കര ഫീൽ ആവുന്നുണ്ട്. സോ ഇവനും ഇവളോട്, ജീബോസായി നിന്റെ ഫൈനൽ ഡിസിഷൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇവന്റെ ആ ഒരു ചോദ്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട്, അതെനിക്കറിയില്ല, പക്ഷെ എനിക്ക് നിങ്ങളോടുള്ളത് കടപ്പാട് മാത്രമാണ്. ഞാൻ നിങ്ങളോട് എനിക്ക് ചെയ്ത സഹായത്തിന് മരിക്കും വരെ ലോയൽ ആയിരിക്കും. പക്ഷെ നമുക്ക് ഫ്രണ്ട്സ് ആയിരിക്കാൻ മാത്രമേ സാധിക്കൂ, അതിനപ്പുറമുള്ള ബന്ധങ്ങളിലേക്ക് എനിക്ക് പോകാനാവില്ല എന്ന് ഉറപ്പിച്ച് പറയാണ്. അത് ഇവനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. സോ അവൻ ചിരിച്ചിട്ട്, എനിക്ക് തന്നെ അറിയാം, പക്ഷേ നീ ജീബോസായി കാണുന്നതിന് മുന്നേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര വിഷമത്തിലാണ് അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ അതിനുശേഷം ഇവൻ ഭയങ്കര മാനസികമായിട്ട് തളർന്ന ഒരു അവസ്ഥയിലാണ് അവന്റെ സ്ഥലത്ത് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവന്റെ കയ്യിലുള്ള ആ മോതിരത്തിന്റെ ശക്തികൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ട്, ചായാൻ, നിനക്ക് ഇപ്പോഴെങ്കിലും നിന്റെ യഥാർത്ഥ ആവശ്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് ഇതുവരെയെങ്കിലും നീ ആഗ്രഹിച്ചത് നിന്റെ ലൈഫിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് അവളെ നിന്റെ സൈഡിൽ നിർത്തണമെങ്കിൽ നീയും ആ ജീബോസായി പോലെ അത്രയും സ്ട്രോങ് ആയിരിക്കണം. അപ്പൊ പിന്നെ നിന്നെ അവള് റിജക്ട് ചെയ്ത് വിചാരിക്കുന്നുണ്ടോ? നീ ഞാനുമായിട്ട് മെർജ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും പവർ ഇതുവരെ ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? പക്ഷേ ഞാൻ നിനക്ക് പവർ തരാം, നിനക്ക് വേണ്ടത് എത്രയാണെങ്കിലും തരാം, ഞാൻ നിന്നെ സഹായിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇവന്റെ ശരീരത്തെ വേദനിപ്പിച്ച് ഇവന്റെ ആ ഒരു വേദനിക്കുന്ന ഓർമ്മകൾ വീണ്ടും കൊണ്ടുവരാണ് ഇവന്റെ മനസ്സിലോട്. ഇവന്റെ കുട്ടിക്കാലത്ത് ഇവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നല്ലോ ആ ഒരു പെട്ടിന്ന് തനിയെ പുറത്തു വരണം എന്നൊക്കെ. പക്ഷെ അതൊരിക്കലും ഇവനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇവന്റെ ഓർമ്മകളിലേക്ക് അതൊരു ആഗ്രഹമായി തന്നെ കിടക്കുന്നത് കൊണ്ട് ആ ഒരു ശക്തിയും ഇവനോട്, നീ ഞാനുമായിട്ട് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ അവളെ നിനക്ക് ഈസി ആയിട്ട് സ്വന്തമാക്കാം, നിനക്ക് വേണ്ടതെല്ലാം സ്വന്തമാക്കാം എന്ന് പറഞ്ഞ് ഇവനെ പ്രലോഭിപ്പിക്കുന്ന സമയത്ത് സിധു മുന്നേ ഉള്ളതുപോലെ അവന്റെ ഒരു മൈൻഡ് കൺട്രോൾ ചെയ്ത് പിടിക്കുന്നില്ല. ഇവനിപ്പോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവന്റെ പല ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ ആ ഒരു ശക്തിയോടൊപ്പം മെർജാവുകയാണ്. ഇനി നമുക്ക് ഈ ഡ്രാമയിലെ ഏറ്റവും ബെസ്റ്റ് വില്ലനെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇതുവരെയുള്ള സിധുവിനെ ആയിരിക്കില്ല. അതിനുശേഷം മിങ്ങിയാണെങ്കിൽ ഇവളുടെ ബാഗിൽ ഒരു പെൻസിൽ തപ്പുന്ന സമയത്ത് ജി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരികയാണ്. ആ ഒരു സമയത്ത് ഇവൻ നോക്കുമ്പോൾ അവൾ തട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇവന് നേരത്തെ കിട്ടിയിരുന്നല്ലോ ഒരു റെക്കോർഡ് മിറർ. അത് ഇവന് പകുതിയാണ് കിട്ടിയിരുന്നത്. പക്ഷെ അതിന്റെ ബാക്കി പകുതി ഇപ്പോൾ ഇവളുടെ കയ്യിലിരിക്കുന്നതാണ് ഇവൻ കാണുന്നത്. സോ ഇവനും ഇവളോട്, നിനക്ക് എവിടെ കിട്ടിയത് എന്ന് ചോദിക്കുമ്പോ ഇവളും അത് ആലോചിക്കാണ്. ഇവൾക്ക് അറിയില്ലല്ലോ ഇത് റെക്കോർഡ് മിറർ ആണ് എന്ന കാര്യങ്ങളൊന്നും. പക്ഷെ മുന്നേ തന്നെ 27 ആണെങ്കിൽ ഇവൾക്ക് യോഗൂല് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നത്. പക്ഷെ അത് അന്ന് ഇവൾക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു പൂച്ചയാണല്ലോ അട്രാക്ഷൻ തോന്നിയത് എടുത്തോണ്ട് വന്നതായിരിക്കും എന്നാണ് ഇവള് വിചാരിച്ചത്. സോ അന്ന് മുതൽ ഇവള് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഇത്. അതിന്റെ ഉപയോഗം എന്താണെന്ന് ഇവൾക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് ജി പറയുമ്പോൾ അത് ഇവൾക്ക് പിടി കിട്ടുന്നത്. ഇവനും ഇവന്റെ ആ ഒരു പാട്ടെടുത്ത് കാണിച്ച് ഇതെനിക്ക് ബായുടെ സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞിട്ട് ഇവര് ആ ഒരു മിറർ ജോയിന്റ് ചെയ്യാണ്. സോ അത് മെർജ് ആവുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അതിലുള്ള ഒരു ദൃശ്യം പുറത്തേക്ക് വരാണ്. അതായത് ബായുടെ അടുത്ത് നിന്നാണല്ലോ ഇവൾക്ക് വിഷം നൽകാൻ വേണ്ടി ഷിൻ അയാളുടെ അടുത്ത് നിന്ന് ആ ഒരു ഹെവൻലി ഗ്രീഫ് എന്ന വിഷം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ആ ഒരു ദൃശ്യമാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത്. പക്ഷെ അതിൽ ഇവന്റെ ഫേസ് ഇല്ല. എന്നാൽ ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ തന്നെ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഷിൻ ആണ് എന്ന കാര്യം. സോ അവനെതിരെ ഒരു വലിയ തെളിവ് തന്നെയാണല്ലോ ഇവളുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 27 എന്തായാലും ഒരു നല്ല കള്ളം തന്നെയാ എന്ന് അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്നാൽ ജി ആണെങ്കിൽ അപ്പോൾ ഇവളോട് സിധുവിനെ കുറിച്ചുള്ള ആ ഒരു കാര്യം പറയാണ്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെയല്ല, സിധു ആ ഒരു സുഷോയി രാജക്കാരനാണ് എന്ന് മാത്രമേ ഇവൾക്ക് അറിയോളായിരുന്നു. അങ്ങനെയാണ് അവൻ പറഞ്ഞിരുന്നത്. അവൻ ആ ഒരു രാജാവിന്റെ മകനാണ്, അവിടുത്തെ പ്രിൻസ് ആണ് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ആ ഒരു കാര്യം ഇപ്പോൾ ജി ഇവളോട് പറയാണ്. അവൻ യഥാർത്ഥത്തില് ആ ഒരു രാക്ഷസ രാജാവിന്റെ മകനാണെന്ന്, അവൻ ഗോൾഡൻ മില്ലറ്റ് തേടിയിട്ടാണ് ഇവിടെ എത്തിയതെന്നൊക്കെ. സോ അവൻ അത്രയും കുഴപ്പം പിടിച്ച ഫാമിലിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ തീർച്ചയായും അവനും ഡേഞ്ചർ ആണ് എന്ന് ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവനും ഓൾറെഡി തന്നെ ഇവളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അവനും ഗോൾഡൻ മില്ലറ്റ് തേടിയിട്ടാണ് ഇവിടെ വന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇവളെ വിചാരിച്ചിരുന്നത് പോലെ സിധു അത്ര സാധാരണക്കാരനല്ല എന്ന് ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം സിധു ആണെങ്കിൽ അച്ഛനെ കാണാനായിട്ട് സുഷുയിൽ എത്തിയിരിക്കുകയാണ്. മുന്നത്തെ പോലെ പേടിച്ചിട്ടൊന്നുമല്ല, നല്ല അഹങ്കാരത്തിലും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തിലാണ് ഇവനോട് എത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇയാളോട് തനിക്ക് ആ ഒരു ഗോൾഡൻ മില്ലറ്റിന്റെയും ഹെവൻലി ഗ്രീഫിന്റെയും മുഴുവൻ റെസിപ്പിയും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവനറിയാം അത് ഇയാൾക്ക് കൈമാറി കഴിഞ്ഞാല് ഇവനെ കൊണ്ടുള്ള ആവശ്യം ഇല്ലാതായല്ലോ. സോ ഇവനെ കൊല്ലാൻ വരെ ഇയാൾ മടിക്കില്ല. അത് മനസ്സിലാക്കിയിട്ട് ഇവനാണെങ്കിൽ ആ ഒരു ബുക്ക് എടുത്ത് നശിപ്പിച്ചാൽ കളയാണ്. എന്നിട്ട് ഇതിലുള്ള ഓരോ വാക്കും എനിക്ക് മാത്രമാണ് ഇപ്പൊ അറിയാവുന്നത്, ഞാൻ മാത്രമാണ് മനപ്പാടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ആ മരുന്നുണ്ടാക്കും,
എന്നിട്ട് അച്ഛന് നൽകും എന്ന് പറയുമ്പോ ഇവന്റെ ധിക്കാരം കണ്ട് ഇയാൾക്ക് ഭയങ്കര ദേഷ്യം വന്ന് ഫുള്ള് പവർ എടുത്ത് ഇവനെ ആക്രമിക്കാനായിട്ട് വരുന്നു. പക്ഷെ അതിലും പവർ എടുത്ത് ഇവൻ ഫസ്റ്റ് ടൈം ഇയാൾക്ക് നേരെ പ്രയോഗിക്കുകയാണ്. ഇവന്റെ ആ ഒരു ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇയാൾക്കാവുന്നില്ല. സോ ഇദ്ദേഹം വിചാരിക്കുന്നത് ഇവന് സ്പിരിച്വൽ വെയിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവൻ ഒരുപാട് വിദ്യകൾ പഠിച്ചിട്ടുണ്ടല്ലോ, സോ അത് വെച്ചാണ് ഇവൻ പിടിച്ചു നിൽക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും നീ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളായിക്കോട്ടെ, അല്ല നിനക്ക് എന്റെ അടുത്ത് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവനും എനിക്ക് എന്റെ സ്പിരിച്വൽ വെയിൻ വളർത്തണം, എന്നിട്ട് സുഷോയ് രാജ്യത്തിന്റെ അധികാരം വഹിക്കണം, എല്ലാവരും ആരാധിക്കുന്ന ഒരു ഭരണാധികാരി ആവണം എന്ന് പറഞ്ഞ് ഭയങ്കര ബോൾഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഇയാൾക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാണ്. ഇയാളുടെ മറ്റു മക്കളെ പോലെ ഇവൻ അങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇയാളുടെ മറ്റു മക്കളെ പോലെ തന്നെ ഇവനും ആയല്ലോ എന്ന് ആലോചിച്ച് ഇവൻ മുന്നേ സത്യത്തോടൊക്കെ നിലനിൽക്കുന്ന ഒരു പാവത്താനായിരുന്നല്ലോ, പക്ഷെ അതിൽ നിന്ന് ഒരു മാറ്റം കണ്ടതുകൊണ്ട് തന്നെ ഇയാൾക്കത് ഇഷ്ടപ്പെടാണ്. അതുകൊണ്ട് തന്നെ ആ ഗോൾഡൻ മില്ലറ്റ് ഉണ്ടാക്കാനായിട്ട് പ്രധാന ഇൻഗ്രീഡിയന്റ് ദിവുവൃക്ഷമാണല്ലോ. സോ അത് ഈ ലോകത്ത് എല്ലാവരും തെരഞ്ഞെടുക്കുമ്പോൾ അത് ഓൾറെഡി തന്നെ അതിന്റെ വേരുകൾ ഇയാളുടെ കയ്യിലാണെങ്കിൽ ഉണ്ടായിരുന്നു. അത് ഇയാൾ എടുത്തിട്ട് ഇവന് നൽകാണ്. ഇത് മുന്നേ തന്നെ ആ ഒരു ബായ് ആണെങ്കിൽ ബോയുലാന്റെ അടുത്ത് നിന്ന് കട്ടെടുത്ത് ഇയാൾക്ക് നൽകിയ സംഭവമാണ്. സോ ആ ഒരു മരം വളർത്തിയെടുക്കാനായിട്ട് പറഞ്ഞു ഇവനെ അത് ഏൽപ്പിക്കുകയാണ്. ഇവനും അത് സ്വീകരിക്കുന്നു. പക്ഷെ അവിടെ ഓൾറെഡി തന്നെ ഷിൻ ആണെങ്കിൽ ഉണ്ടായിരുന്നു. സോ ഇത് പോയതിനു ശേഷം ഇയാളാണെങ്കിൽ ഇവനെ പുറത്തേക്ക് വിളിപ്പിച്ച് ഒരു ടാസ്ക് ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് ഇയാളാണെങ്കിൽ ഇവനോട് ഒരു രഹസ്യം പറയാണ്. നീ ഒരുപാട് നാളായിട്ട് അന്വേഷിച്ച് നടക്കുന്ന നിന്റെ സഹോദരനായിട്ടുള്ള മിങ്ഷിയാൻ അവനൊരാണല്ല, അതൊരു പെണ്ണാണ്. അവള് ജീബോസായി എന്ന് പറയുന്ന വ്യക്തിയെ ജിങ്സിങ്ങിൽ കല്യാണം കഴിച്ച് ഒരു ഫെയറി ആയിട്ട് നിന്റെ ശത്രു രാജ്യത്ത് താമസിക്കാണ് എന്ന് പറയുമ്പോൾ ഇവനത് വിശ്വസിക്കാനേ ആവുന്നില്ല. മിങ്ഷിയാൻ ഒരു ഫെയറിയോ, അത് പെണ്ണോ, ജീബോസായി കല്യാണം കഴിച്ചോ എന്ന കാര്യങ്ങളൊക്കെ. സോ ഇയാള് അത് മാത്രല്ല, അവൾക്കാണ് ബോയുലാന്റെ വസതിയിൽ കടക്കാൻ സാധിച്ചിട്ടുള്ളത്. അവർ തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഇവന് ഒന്നും മനസ്സിലാവുന്നില്ല. അവൾക്ക് എങ്ങനെയാണ് അവരുമായിട്ട് ബന്ധം ഉണ്ടാവുന്നതെന്ന്. അവള് ഈ രാജ്യക്കാരി ആണല്ലോ, പക്ഷെ ഇയാള് ഇവനോട് അവള് ജീബോസായി ആയിട്ട് എന്തായാലും ആ ഒരു ടീ ഗ്യാതറിങ്ങിന് എത്തും, അത് നിന്റെ സ്ഥലമാണെന്ന് നിനക്കറിയാലോ, നീ അന്ന് അവളെ ജീവനോടെ പിടിച്ചോണ്ട് വന്ന് എന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾക്ക് നേരെ യൂസ് ചെയ്യാനായിട്ട് ഒരു സോൾ സൈസിംഗ് ടെക്നിക് എന്തോ ഇവന് നൽകാണ്. പക്ഷെ അവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ സിധുവിന്റെ ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നല്ലോ മുന്നേ, ഒരു നീല, പക്ഷെ അതിപ്പോ ബ്ലാക്ക് ആയിരിക്കാണ്. അവന്റെ ഉള്ളിൽ കറുപ്പായത് കൊണ്ട് തന്നെ ആ ഒരു ബട്ടർഫ്ലൈസും കറുപ്പായിരിക്കാണ്. സോ ആ ഒരു ശലഭം അവരെ സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇവനെ വന്ന് അറിയിക്കാണ്. സോ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവൻ മിങ്ങിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ ഈ ഒരു ഷിനെ തന്നെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇവനുമായിട്ട് ഒരു കരാർ വെക്കുന്നു. സിധുവിനാണല്ലോ ഇപ്പോൾ ഈ 6 രാജ്യങ്ങളിൽ വെച്ച് ആ ഒരു മരുന്നിന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ അറിയാവുന്നത്. സോ ആ ഒരു മരുന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ പകുതി ഷിന്നു നൽകുക, അത് വെച്ചോ നമുക്ക് രണ്ടുപേർക്കും അധികാരികളായിട്ട് മുന്നോട്ട് പോവാം. നീ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് അധികാരങ്ങളെ പിടിച്ചെടുക്കാനായിട്ട് എന്നെ സഹായിക്കണം. അച്ഛൻ പറഞ്ഞതുപോലെ മിങ്ഷിയാനെ ആദ്യം നീ അദ്ദേഹത്തിനെ ഏൽപ്പിക്കരുത്, പകരം എനിക്ക് തന്നെ തരണം എന്ന് പറയുമ്പോൾ ഷിൻ ആണെങ്കിൽ ഇവന്റെ കഴിവിലും കാര്യങ്ങളിലും ഒന്നും വിശ്വാസമില്ല. കാരണം ഇവൻ സ്പിരിച്വൽ വീൻ ഇല്ലാത്ത വ്യക്തിയാണല്ലോ. പക്ഷെ സിധു ആണെങ്കിൽ അത് ചെയ്താല് ഇവന് ഒരുപാട് പവറും കാര്യങ്ങളൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞ് അതിന്റെ ഒരു മുന്നോടിയായിട്ട് ഇവന്റെ ശരീരത്തിന് ഭയങ്കര എനർജിയും കാര്യങ്ങളൊക്കെ നൽകാണ്. ആ ഒരു സുഷോയ് രാജ്യത്തിന്റെ പവറും കാര്യങ്ങളൊക്കെ. ഇവന് ശരിക്കും അത്ര പവറൊന്നും ഇല്ലാത്ത വ്യക്തിയാണല്ലോ, എന്നാൽ ആ ഒരു ശക്തിയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇവൻ ഭയങ്കര ഹാപ്പി ആവാണ്. അതുകൊണ്ട് തന്നെ സിധുവിന്റെ ആ ഒരു കഴിവില്ല വിശ്വാസമാവുന്നു. അവർ തമ്മിൽ അങ്ങനെ ഒരു ഡീല് വെക്കാണ്. നൈസിന് ഇവനാണെങ്കിൽ ആ ഒരു രാജാവിനെ തേക്കുന്നു. അതിനുശേഷം ഇവരാണെങ്കിൽ ആ ഒരു ടൂർണമെന്റിന് വേണ്ടിയിട്ടുള്ള യാത്രയ്ക്കും കാര്യങ്ങളൊക്കെ തയ്യാറെടുക്കാണ്. ടൂർണമെന്റിന് മുന്നേ പല സ്റ്റേജസ് ആയിട്ടാണ് ആ ഒരു കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ അതിന് മുന്നേ പോകണം. പക്ഷെ മെങ്ങാണെങ്കിൽ താഞ്ചിയോട് മുന്നേ തന്നെ ആ ഒരു ബായിയോട് ചേർന്ന് തെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണല്ലോ. പക്ഷെ അതിന് പ്രോപ്പർ ആയിട്ട് ഒരു ക്ഷമയോ കാര്യങ്ങളോ ഒന്നും ചോദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അത് അവൻ ഒരു ക്യാൻറ്റൊക്കെ കൊടുത്ത് അവളോട് ക്ഷമയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർ 3 പേരും പണ്ട് മുതലേ ഫ്രണ്ട്സ് ആണല്ലോ. സോ അങ്ങനെ അവരുടെ ബോണ്ടും കാര്യങ്ങളൊക്കെ ശക്തമായിട്ട് തുടരുന്ന രീതിയിൽ മുന്നോട്ട് പോവാണ്. അതിനുശേഷം എല്ലാവരും ഇന്ന് യാത്ര തിരിക്കുകയാണ്. 3 ബോട്ടുകളിലേക്ക് ആയിട്ടാണ് അവർ യാത്ര തിരിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ ആ ഒരു യോഗോ മൗണ്ടൻസിൽ എത്തിയിരിക്കുകയാണ്. മിങ്ങിയുടെ ആ ഒരു നാട്ടിൽ വെച്ചിട്ടാണ് ആ ഒരു ടൂർണമെന്റ് നടക്കാറുള്ളത്. കാരണം അതാണ് ടോപ്പിലിരിക്കുന്ന രാജ്യം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആ ഒരു ടീ ഗ്യാതറിംഗ് ഉണ്ടല്ലോ. സോ അത് നാളെയാണ് നടക്കാനായിട്ട് പോകുന്നത്. അതാണ് ആ ഒരു കോമ്പറ്റീഷന് മുന്നോടിയായിട്ടുള്ള ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അതിൽ എല്ലാവരുടെയും സ്പിരിച്വൽ പവറും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ ഈ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മെങ്, യാൻ, ജിബോസായി, ബൂഷെ, ചെൻഷി ആൻഡ് സാങ്. അവരെല്ലാവരും അവിടെ ഒരു ടെന്റൊക്കെ അടിച്ചിട്ടാണ് പറക്കുന്നത്. പക്ഷെ ബൂഷിക്കാണെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല. ഇവൻ മിങ്ങിയോട് ഇവനാണ് അവളെ രക്ഷപ്പെടുത്തിയത് എന്ന കാര്യം തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. സോ അത് മിങ്ങിയോട് തുറന്നു പറഞ്ഞിട്ട് ബൂഷെ ഇവനെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ജി ആണെങ്കിൽ സമ്മതിക്കുന്നില്ല. അത് അവൾ അറിയണ്ട, അത് അറിഞ്ഞിട്ടുള്ള സ്നേഹമൊന്നും തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ബൂഷെ പറഞ്ഞവരാണ്. അതിനുശേഷം അവരോടൊപ്പം തന്നെ സാങ്ങും എത്തിയിട്ടുണ്ടല്ലോ. പക്ഷേ ഇവളാണെങ്കിൽ അവിടെ ഒരുപാട് രാജ്യക്കാരെ എത്തിയിട്ടുണ്ട്. സോ അതിലൊരു കൂട്ടരുടെ തീയും കാര്യങ്ങളൊക്കെ കട്ടെടുക്കാനായിട്ട് പോകുന്ന പോലെ ചെല്ലുമ്പോൾ ആ രാജ്യക്കാരാണെങ്കിൽ ഇവളെ പിടികൂടി ഉപദ്രവിക്കാനായിട്ട് നോക്കുന്നു. പക്ഷെ ഇവൾക്ക് ഓൾറെഡി ഉള്ള പവറും കാര്യങ്ങളൊക്കെ അവർക്ക് നേരെ എടുക്കുമ്പോൾ അവരാണെങ്കിൽ ഇവൾക്ക് വീണ്ടും ശക്തമായിട്ടുള്ള പവർ യൂസ് ചെയ്യാനായിട്ട് വരികയാണ്. എന്നാൽ ഇവൾ മുന്നേ തന്നെ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഷെങ് എന്ന് പറയുന്ന വ്യക്തി. അവനാണെങ്കിൽ ഇടയ്ക്ക് വന്ന് കയറി അത് തടയാണ്. ഇതെന്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ട്. സോ ഇവനെ കൊണ്ട് വീണ്ടും ഇവൾക്ക് ഉപകാരം ആയിരിക്കാണ്. പക്ഷെ ഇപ്പൊ ഇവർ തമ്മിലുള്ളത് അന്നത്തെ വെറും ഒരു പരിചയമല്ല, ഏതാണ്ട് ഹൃദയങ്ങൾ തമ്മിൽ വരെ കൈമാറിയിരിക്കുന്ന സ്റ്റേജിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവള് വന്നത്. പക്ഷെ ഇവളാണെങ്കിൽ ഇവളുടെ ഒരു ഇഷ്ടവും കാര്യങ്ങളും ഇവനെ അറിയിച്ചിട്ട് ഇവനെ യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവള് നിങ്ങളുടെ കല്യാണം വല്ലതും കഴിഞ്ഞോ? ഞാൻ എന്തുമാത്രം ലെറ്റേഴ്സ് നിങ്ങൾക്ക് എഴുതി അയച്ചത്, ഒരെണ്ണത്തിന് പോലും റിപ്ലൈ വന്നിട്ടില്ല. പിന്നെ ഞാൻ നിങ്ങളെ എങ്ങനെയാ കാണാതിരിക്കുന്നത്? നിങ്ങൾ ശരിക്കും വിവാഹം കഴിച്ചോ എന്ന രീതിയിൽ ചോദിക്കുമ്പോ ഇവൻ അങ്ങനെയല്ല, എനിക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സമയമില്ലായിരുന്നു.
ആദ്യം അനുഗ്രഹീതമഴ നേടുക എന്നുള്ളതല്ലേ പ്രധാനം. അപ്പോഴല്ലേ എനിക്ക് നിനക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് തരാൻ സാധിക്കൂ എന്ന് അവൻ അങ്ങനെ ഒരു റീസൺ പറയുമ്പോൾ ഇവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് ഇവളെ അവോയ്ഡ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഇവളെ പെട്ടെന്ന് സന്തോഷത്തിൽ അവനെ ഹഗ് ചെയ്യാണ്. അതുപോലെ തന്നെ ഇവരും ഇവിടെ കറങ്ങാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ ചെൻഷി ആണെങ്കിൽ ഒരു കത്തി കാണുന്ന സമയത്ത് അത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാണ്. സോ അതിൽ ഏതെങ്കിലും പിക്കാനായിട്ട് മെങ്ങ് പറയുമ്പോൾ ഇവനാണെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞ് നിരസിക്കാണ്. കാരണം അത് വാങ്ങാനുള്ള പൈസ ഇവന്റെ കയ്യിലില്ല. സോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന രീതിയിൽ. പക്ഷെ ഇവർക്കത് മനസ്സിലാക്കിയിട്ട് ഞാനാണെങ്കിൽ ഇവനോട് മെങ്ങനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ചെൻഷിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സഹായമായിട്ട് കരുതി ഒരു ട്യൂഷൻ ഫീസ് എന്ന രീതിയിൽ എടുത്താൽ മതി, നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കാനായിട്ട് പറയുമ്പോൾ അവനും ഭയങ്കര സന്തോഷത്തിൽ ആ ഒരു കാര്യങ്ങളൊക്കെ തെരഞ്ഞു നോക്കുന്നു. അതുപോലെ തന്നെ മറു സൈഡിൽ ജിയും മിങ്ങിയും വരുമ്പോൾ അവിടെയുള്ള മറ്റു രാജ്യക്കാരൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇവിടെ ഇപ്പോൾ 6 രാജ്യങ്ങളും ഉണ്ടല്ലോ. അതായത് ഏറ്റവും ലോ ക്ലാസ്സിലുള്ള രാജ്യക്കാരാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണ് ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് വരുന്നത്. അവർക്ക് ഈ ഒരു രാജ്യം കാണുമ്പോൾ ഭയങ്കര സ്വർഗ്ഗതുല്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇവർക്കൊക്കെ മാത്രമാണല്ല എപ്പോഴും മഴയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. സോ അതിന്റേതായിട്ടുള്ള ഗുണങ്ങൾ ആ രാജ്യത്തിനുണ്ട്. സോ അതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇവൾക്ക് നന്നായിട്ട് ഫീൽ ആവാണ്. അതുപോലെ തന്നെ അവിടെ ചെൻഷി ആണെങ്കിൽ കത്തിയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അതിലൊരെണ്ണം ആ ഒരു രാജ്യത്തിലെ ഒരാൾ വന്ന് എടുക്കാണ്. പക്ഷെ ചെൻഷിയെ കാണുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ഇവനെ മനസ്സിലാവാണ്. അതായത് ഇവന് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ, ആ ചേട്ടന്റെ ഫ്രണ്ട്സ് ആണ് ഇവര്. സോ അത് പറയുമ്പോഴാണ് ചെൻഷിക്കും ഇവരെ ഓർമ്മ വരുന്നത്. ഇവനും കുട്ടിക്കാലത്ത് ഇവരെ കണ്ടതാണ്. സോ അവരെ കണ്ട സന്തോഷത്തിൽ ഇവൻ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് അവർക്ക് നൽകുമ്പോൾ അവരിവനോട് മോനെ സത്യം പറഞ്ഞാല് ഞങ്ങളെ കൊണ്ട് ഇതൊന്നും അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല, പിന്നെ വെറുതെ ചുമ്മാ നോക്കിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇവര് എല്ലാ വർഷവും ടൂർണമെന്റിൽ തോക്കുന്നത് കൊണ്ട് തന്നെ അത്രയും ബുദ്ധിമുട്ടിലാണ് കാര്യങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്നത്. 2 വർഷം മുന്നേ നിന്റെ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആരും തന്നെ ഇന്ന് ജീവനോട് ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവനോട് പറയുമ്പോൾ മെങ്ങാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന് നിങ്ങൾ ഇവന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ്, ഇത് ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നേക്കാം എന്ന് പറയുമ്പോൾ അവരാണെങ്കിൽ താങ്ക്സ് പറഞ്ഞിട്ട് അതൊന്നും വേണ്ട എന്ന് പറയാണ്. അവർക്ക് ഇനി ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ അവിടെ തീർക്കാനുണ്ട് എന്ന് പറയുന്നു. അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയം കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, കഷ്ടപ്പാടും ട്രെയിനിങ്ങും ഒക്കെയാണ്. സോ അവരുടെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് മനസ്സുവേദനയാണ്. അതുകൊണ്ട് തന്നെ ജിയോട് ഈ അനുഗ്രഹീത മഴ എല്ലാ രാജ്യക്കാർക്കും തുല്യമായിട്ട് നൽകാൻ സാധിച്ചിരുന്നെങ്കിൽ ഇത്ര മനോഹരമായിരുന്നാണ് എന്നൊരാഗ്രഹം പറയാണ്. ഇവൾക്ക് മുന്നേ അതൊന്നും ചിന്തിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. ഇപ്പോഴാണല്ലോ ഇവള് മറ്റു രാജ്യക്കാരുടെ ഇടയിലോട്ടൊക്കെ ഇറങ്ങി വരുന്നത്. സോ ജിയും അവളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ പെട്ടെന്ന് ഇവൻ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, ഇവന്റെ അമ്മ ഇവനൊരു മാർക്കും കാര്യങ്ങളൊക്കെ നെറ്റിയിൽ നൽകിയിട്ടുണ്ടെന്ന്. അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഇവനും അത് ഇവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഇവന്റെ നെറ്റിയിലെ ആ ഒരു മാർക്ക്. എന്നിട്ട് ഇവൻ എന്റെ അമ്മയ്ക്ക് അവരുടെ മകനെ എവിടെ വെച്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് ചെയ്തത്, പക്ഷേ എനിക്ക് അവരുടെ മുഖവും കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ഇവള് നിങ്ങൾ ഒരിക്കൽ പോലും അവരെ അന്വേഷിച്ചു പോകാൻ ശ്രമിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ തീർച്ചയായും ശ്രമിച്ചിട്ടുണ്ട്. സംഘടനയിലായിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു അവര് എന്നെ അന്വേഷിച്ച് നടക്കാതിരിക്കുമെന്ന്. പക്ഷെ ഇത്രയും നാളായിട്ടും കണ്ടുമുട്ടാത്ത സ്ഥിതിക്ക് അവർ ആ ഒരു ശ്രമം ഉപേക്ഷിച്ച് കാണും, അല്ലെങ്കിൽ അവരിപ്പോ ജീവിച്ചിരിപ്പുണ്ടാവില്ല. എന്ത് തന്നെ ആയാലും അതൊന്നും ഇപ്പൊ എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. എനിക്കൊരു ലൈഫ് തരാനും വഴി കാട്ടാനും എന്റെ മാസ്റ്റർ ഉണ്ടായിരുന്നു, എന്നെ റെസ്പെക്ട് ചെയ്യുന്ന ഭൂഷയുണ്ട്, എന്നെ കെയർ ചെയ്യുന്ന ഗ്രാനിയുണ്ട്, പിന്നെ എന്നെ സ്നേഹിക്കാനായിട്ട് നീയുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഇവൾക്ക് ഒരുപാട് സന്തോഷമാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് പിറ്റേന്ന് ആ ഒരു ടീ ഗാദറിംഗ് നടക്കാണ്. ഓരോ രാജ്യക്കാരും ആ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന യോദ്ധാക്കളുടെ പവറും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ജിങ്സിങ്ങിന്റെ ചാൻസ് വരുന്ന സമയത്ത് ജിയും അതുപോലെ തന്നെ മെങ്ങും ഒക്കെ നല്ലതുപോലെ അവരുടെ പവർ കാഴ്ചവെക്കുന്നു. പക്ഷെ ഞാനാണെങ്കിൽ അത്രയ്ക്ക് പവർ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയൊന്നും അല്ലല്ലോ. ചെൻഷിയും നല്ലോണം തന്നെ ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും യോഗുവിനെ പ്രതിനിധീകരിക്കുന്ന യോദ്ധാക്കളുടെ കൂട്ടത്തിൽ ഷിന്നും അങ്ങോട്ടേക്ക് വന്ന് അവന്റെ പവറും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാണ്. പക്ഷെ മുന്നേ ഇവന് അത്രയും പവറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവനിപ്പോ ആ ഒരു നെതർബീസ്റ്റുകളുടെ ശക്തിയും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുകയാണല്ലോ. അത് വെച്ചിട്ട് ഇവൻ ഭയങ്കരമായിട്ട് എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അവന്റെ ഒരു പവർ കാഴ്ചവെക്കുന്നത്. സോ അത് കണ്ട് ഇവർക്ക് രണ്ടുപേർക്കും അവിടെ എന്തോ ഒരു സംശയം വരുന്നുണ്ട് ആ കാര്യത്തില്. അത് നേരെ ചൊവ്വയല്ല അവൻ കാഴ്ചവെച്ചത് എന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. അതുപോലെ തന്നെ ഷിന്നും ഇവളെ ഭയങ്കര പുച്ഛത്തിലാണ് നോക്കുന്നത്. അതിനുശേഷം ജി ആണെങ്കിൽ ഇവളോട് ആ ഷിന്ന് നീ ആരാണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഇവള് അതെനിക്ക് തോന്നി, പക്ഷെ ഇപ്പൊ എനിക്ക് അവനെ കൺട്രോൾ ചെയ്യാനുള്ള സമയമില്ല, അതിനു മുന്നേ എനിക്ക് 27 തിരിച്ചുകൊണ്ട് വരണം എന്ന് പറയുമ്പോൾ ജി ഇവൻ ആ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഇവള് പറയുന്ന ആ ഒരു കോമ്പറ്റീഷനിൽ ഇവന് പങ്കെടുക്കാനാവില്ല. അതുപോലെ തന്നെ ഇവൾക്കും ആവില്ല. കാരണം ഇവള് പങ്കെടുത്തു കഴിഞ്ഞാൽ ഇവള് മിങ്ഷനാണ് എന്ന കാര്യം അത് കാണുന്ന ഇവളുടെ നാട്ടുകാർക്കും കാര്യങ്ങൾക്കൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ജി ഇവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ബൂഷെ വിടാണ്. അത് മാത്രമല്ല ഇവരുടെ ഹൃദയങ്ങൾ തമ്മിൽ കുറച്ച് വേർപെട്ട് നിന്നിരുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലോ എന്ന് വിചാരിച്ച് ഇവൻ വീണ്ടും ആ ഒരു ഹൃദയങ്ങൾ തമ്മിൽ കണക്ട് ആക്കുകയാണ്. എന്ത് പ്രശ്നം വന്നാലും ഇവർക്ക് രണ്ടുപേർക്കും ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ തന്നെ അറിയാൻ സാധിക്കും. അതിനുശേഷം ആ ഒരു 27 അതിനുശേഷം ആ ഒരു മഷ്റൂമിന് വേണ്ടിയിട്ടുള്ള മത്സരം നടക്കുകയാണ്. അതിൽ വിജയിക്കുന്നത് ബൂഷ തന്നെയാണ്. ഇവനെ മറ്റുള്ള ആർക്കും തന്നെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇവൻ തന്നെയാണ് അത് കൈക്കലാക്കുന്നത്. പക്ഷെ ആ ഒരു പ്രൈസ് സ്വീകരിക്കാൻ വരുമ്പോഴേക്കും ഷിന്നാണെങ്കിൽ ആ ഒരു സംഭവം തട്ടിക്കൊണ്ടു പോകാനായിട്ട് എത്തുന്നു. എന്നാൽ മിങ്ങി ആണെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് ഉടനെ തന്നെ ഇടയ്ക്ക് കയറി തടയാണ്. പക്ഷെ അപ്പോഴും അവനത് നിർത്തുന്നില്ല. ആ ഒരു പ്രൈസും അതുപോലെ തന്നെ മിങ്ങിയെയും അവൻ തട്ടിക്കൊണ്ടു പോവാണ്. സോ ബൂഷ ആണെങ്കിൽ ആ ഒരു കാര്യം പെട്ടെന്ന് തന്നെ ജി അറിയിക്കുമ്പോൾ ഞാനതിൽ ഇടപെടേണ്ട കാര്യമില്ല, അത് അവൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്ന് പറയാണ്. ഇവളാണെങ്കിൽ ഷിൻ കൊണ്ടുവന്ന് കെട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് മഷ്റൂം എടുത്ത് കാണിച്ച് നീ ഇത് വെച്ച് നിന്റെ പൂച്ചയെ തിരിച്ചുകൊണ്ടുവരാനാണല്ലേ ആഗ്രഹിക്കുന്നത്, നിനക്ക് പറ്റുമെങ്കിൽ ഇത് നീ എന്റെ കയ്യിൽ നിന്നെടുത്തോ. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചില്ല നിന്റെ ശരിക്കുള്ള രൂപം ഇതായിരിക്കുമെന്ന്. നീ മാജിക് ഉപയോഗിച്ച് മറച്ചു വെച്ചക്കായിരുന്നല്ലേ. ഇത് അച്ഛൻ അറിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് ഞാൻ പറയണ്ടല്ലോ, പക്ഷെ അതിനു മുന്നേ ഞാൻ നിന്നെ ഡീൽ ചെയ്യും എന്ന് പറഞ്ഞ്
ഇവളുടെ ആ ഒരു കെട്ടുമുറുക്കി ഇവളെ വേദനിപ്പിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇത്രയും നാളും വെറുത്തോണ്ടിരുന്നതും പേടിച്ചോണ്ടിരുന്നതും പ്രതികരിക്കാതിരുന്നതൊക്കെ ഒരു സ്ത്രീക്കെതിരെ ആയിരുന്നല്ലേ, എന്തൊരു നാണക്കേടാണെന്ന് നോക്കണേ എന്ന് പറഞ്ഞിട്ട് ഇവൻ തന്നെയാണ് ഇവൾക്ക് വിഷം നൽകിയതെന്ന് ഇവൻ സമ്മതിക്കാണ്. എന്നിട്ട് ഞാനത് നിനക്ക് എങ്ങനെയാണ് തന്നതെന്ന് കൂടെ അറിയണ്ടേ എന്ന് ചോദിച്ചിട്ട് അതെങ്ങനെയാണ് ഇവളിൽ എത്തിച്ചതെന്ന് ഇവൻ പറയാണ്. ഇവൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആ ഒരു പാൻ കേക്ക് ഉണ്ടല്ലോ, അതുവഴി തന്നെയാണ് ഇവൾക്ക് ഇവൻ ആ ഒരു വിഷം നൽകിയത്. ഇവൾ ഓരോ ടൂർണമെന്റിലും കയറി പോകുന്നതിന് മുന്നേ പലരും കൊടുക്കുന്ന പാൻ കേക്ക് വാങ്ങി കഴിച്ചുകൊണ്ടാണല്ലോ കയറി പോകുന്നത്. അന്ന് ആ ഒരു ടൂർണമെന്റ് നടക്കുന്ന സമയത്ത് ഇവൾ അത് കഴിച്ചുകൊണ്ട് തന്നെയാണ് കയറി പോയത്. അതിലാണ് ആ ഒരു ഹെവൻലി ഗ്രീഫ് എന്ന വിഷം ഈ ഷെൻ ചേർത്ത് നൽകിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ആ ഒരു യുദ്ധത്തിൽ വെച്ച് ഇവളുടെ പവറും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെടുന്നത്. പക്ഷെ അതേ മറുമരുന്നും ആ ഒരു പാൻ കേക്കിലൂടെ തന്നെയാണ് ഇവളെ കഴിച്ചത്. അത് ഇവൾ അറിയുന്നില്ല. സോ ആ ഒരു കാര്യം പറഞ്ഞിട്ട് നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇപ്പോൾ ശത്രുരാജ്യത്തിന് കൂടെ നിൽക്കും, എന്നിട്ട് നിന്റെ പൂച്ചയെ കൂടെ തിരിച്ചു കൊണ്ടുവരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മഷ്റൂം ഇവൻ നശിപ്പിക്കാനായിട്ട് പോകുന്നു. പക്ഷെ ഇവളാണെങ്കിൽ ഇവളുടെ പവർ എടുത്ത് ആ ഒരു കെട്ടലഴിച്ചിട്ട് ആ ഒരു മഷ്റൂം അവന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കുകയാണ്. എന്നിട്ട് അവനെ പറത്തി അറിയുന്നു. പക്ഷെ ഷിന്നാണെങ്കിൽ ഇവളൊരു പെണ്ണാണ് എന്ന രീതിയിൽ ഇവളെ ആക്രമിക്കാനായിട്ട് വരുന്നു. പക്ഷെ ഇവളുടെ ശരീരത്തിൽ മാത്രമാണുള്ള മാറ്റങ്ങൾ ഉള്ളത്. ഇവളുടെ കഴിവില് ഇവള് ഇപ്പോഴും ഒരു യോദ്ധാവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവനെ പിടിച്ച് നല്ലത് കൊടുക്കാണ്. പക്ഷെ ആ ഒരു സമയത്ത് അവന്റെ ശരീരം വേദനിക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു നെഗറ്റീവ് എനർജി പുറത്തോട്ട് വരാണ്, ആ ഒരു സുഷുയി രാജ്യത്തിന്റേത്. സോ അത് വെച്ചിട്ടാണ് ഇവൻ ഇത്ര പവർഫുൾ ആയത് എന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. ഇത് നിനക്ക് ആരാ തന്നത്? സുഷുയി രാജ്യത്തിന്റെ രാജാവാണോ? അതാണോ നീ നാടകം കളിച്ച് പവർഫുൾ ആണോ തെളിയിച്ചത് എന്ന് ചോദിക്കുമ്പോ ഇവൻ ഇവളോട് നീയും അതേ നാടകം തന്നെയല്ലേ കളിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.